കേരളത്തിലെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി. ഒരു മിഠായി കടലാസ് പോലും നഗരത്തിൽ മാലിന്യമായി കാണാൻ കഴിയാത്ത ക്ലീൻ സിറ്റി. എന്നാൽ ബത്തേരി നഗരത്തിനകത്തുള്ള ആദിവാസി പണിയ വിഭാഗങ്ങൾ താമസിക്കുന്ന മാനിക്കുനി ഉന്നതിയിലെ സാഹചര്യം നേർവിപരീതമാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഉന്നതിയിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ല. പ്രാഥമിക കൃത്യങ്ങൾക്കായി ഇവർ ആശ്രയിക്കുന്നത് ഉന്നതിക്ക് സമീപമുള്ള തോട്ടങ്ങളെയാണ്. മഴ പെയ്താൽ മിക്ക വീടുകളിലും ചോർച്ചയുണ്ട്. ബില്ലടയ്ക്കാത്തതിനാൽ മിക്ക വീടുകളിലെ വൈദ്യുതിയും വിച്ഛേദിച്ചു. ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. കപ്പിച്ചൊന്നുമില്ല സാറേ. ഞങ്ങൾ ആ തോട്ടത്തിലൊക്കെ ഇതിലെങ്കിലൊക്കെ പോകും. ഉള്ള കാര്യം പറയുമ്പോൾ എന്താ, തോട്ടിലൊക്കെ പോകും ഞങ്ങൾ. മാനിക്കുനി ഉന്നതിയിലേക്ക് വന്ന് കയറുന്ന സമയത്ത് തുടക്കത്തിലുള്ള 2 വീടുകൾക്ക് സമീപമുള്ള ശ്രീദേവിയുടെ വീടാണിത്. അവരുടെ വീടിൻ്റെ എതിർഭാഗത്ത് തന്നെ ഈ ഉന്നതിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ശുചിമുറിയാണ്. കക്കൂസും കുളിമുറിയും ഒക്കെയുള്ള സ്ഥലമാണ്. അതിന് തൊട്ടടുത്തായാണ് ഇപ്പോൾ ശ്രീദേവി പാചകം ചെയ്യുന്നത്. ശ്രീദേവി ഈ വീട് കക്കൂസിനോട് ചേർന്ന് തന്നെയാണല്ലേ ഇപ്പോൾ? അതിപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് എവിടെയെങ്കിലും എൻ്റെ മക്കളെ പിന്നെ രാത്രി തിന്നാണ്ട ഭക്ഷണം, അപ്പോൾ പിന്നെ പട്ടിണി വിടുത്താൻ പറ്റുമോ? എവിടെയെങ്കിലും ഉണ്ടാക്കൽ തന്നെയല്ലേ. കക്കൂസൊക്കെ ഉള്ളത് ഉള്ള പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്ര ദിവസം പറമ്പിലായിരുന്നു. അപ്പോൾ എൻ്റെ കെട്ടിയന് എൻ്റെ കുഞ്ഞുമക്കളെ ഓട്ടിച്ചപ്പോൾ ഇവിടെ ചാലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ചാലിക്കൂടെ അങ്ങോട്ട് പോകും, ബത്തേരി ടൗണിലേക്ക് പോകും. പോട്ടെ, ഇന്നലെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട. ഇപ്പോൾ കാട്ടിലേക്ക് ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. നല്ലോണം വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ മണക്കും. നമുക്ക് തിന്നണ്ടേ, അതുകൊണ്ട് നല്ലോണം വെള്ളം. കാക്കുസിൽ കരമൊക്കെ പോകും. കക്കുസും അവർ പറഞ്ഞില്ല. ഈ വീട് പണി മാത്രമേ ഈ വാതിലൊക്കെ ഇതാ കൊള്ളി കൂടുമോ, ഇതിനെ കുത്തി വെച്ചാണ് രാത്രിയൊക്കെ ഉറങ്ങുക. കറണ്ടും ഇല്ല. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ പിന്നെ ബാത്റൂമിലൊക്കെ പോകുന്നത് പിന്നെ പറമ്പിലാണ്. ഇവിടെ ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾക്ക് ബാത്റൂം വേണം. ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ 6 കുടുംബങ്ങളുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് നല്ലോണം ജീവിക്കാൻ വീടും വേണം. കക്കസൊന്നുമില്ല. തോട്ടത്തിൽ പോകും. കണ്ടിന് പീച്ച് ഊറ്റി പോയിട്ട് മക്കൾ പട്ടം രാത്രി പട്ടമൊന്നുമില്ല.